ഈ നഗരത്തിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത് 1965-ലാണ്. രണ്ട് സയൻറ്റിസ്റ്റുകൾ സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ സഹാറയിൽ വളരെയധികം അൺഫോർച്ചുനേറ്റ്ലിയാണ് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഇതിൽ എഡ്വേർഡ് വൈറ്റ് ആയിരുന്നു ആദ്യമായി ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ താഴെ സഹാറയിൽ ഒരു ഹ്യൂമൻ ഐ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നു. അതായത് ഇതെങ്ങനെയാണ് സഹാറയിൽ വന്നത്? ഇതിന് പ്യൂപ്പിളും ഉണ്ടായിരുന്നു. ഏകദേശം 265 കിലോമീറ്റർ നീളവും 70 കിലോമീറ്റർ വ്യാപ്തിയും കൂടാതെ 18,500 സ്ക്വയർ കിലോമീറ്റർ ഏരിയയും ഇത് കവർ ചെയ്യുന്നു. ഓരോ വൃത്താകൃതിയും 40 കിലോമീറ്റർ വ്യാപ്തിയിൽ പെർഫെക്റ്റ് ഗോളാകൃതിയിലായിരുന്നു. എങ്ങനെയാണ് ഇതിവിടെ വന്നത്? സ്പേസിൽ നിന്ന് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ അവർ ദി ഐ ഓഫ് സഹാറ എന്നും റിച്ചാർഡ് സ്ട്രക്ചർ എന്നും വിളിച്ചു. നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം ഏതെങ്കിലും ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന്. എന്നാൽ ഇന്നുവരെ സയൻറ്റിസ്റ്റുകൾക്ക് ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിൻ്റെ ഒരു വിധത്തിലുമുള്ള തെളിവുകൾ സഹാറയിൽ നിന്നും ലഭിച്ചിട്ടില്ല. പിന്നീടുണ്ടാകുന്ന ചോദ്യം, ഇതൊരു നാച്ചുറൽ ഫിനോമിന ആയിക്കൂടെ? ഉറപ്പായും നിങ്ങളുടെ ചോദ്യം ശരിയാണ്. എന്നാൽ ഈ സഹാറയിൽ മാത്രം എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? വേറെ ഒരു സ്ഥലത്തു നിന്നും ഇതുപോലെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അറ്റ്ലാന്റിസിൻ്റെ ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അറ്റ്ലാന്റിസ് എന്ന നഗരത്തെപ്പറ്റി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകാം. ഇന്നേ വരെ അറ്റ്ലാന്റിസിനെ പറ്റി എത്ര മാപ്പുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പറയുന്നത് ഇതൊരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആയിരുന്നു എന്നാണ്. ബ്രിഡ്ജിൻ്റെ സഹായത്തോടെയാണ് ഇവർ മുഴുവനായും ഈ ഒരു സ്ട്രക്ചറുകളെ യോജിപ്പിച്ചിരുന്നത്. കൂടാതെ ഈ ഒരു സിവിലൈസേഷൻ എന്നത് വളരെ അഡ്വാൻസ്ഡുമായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് ഹെറോഡോട്ടസാണ് ആദ്യമായി അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നത്. ഇദ്ദേഹത്തിന് 3000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അറ്റ്ലാന്റിസ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അറ്റ്ലാന്റിസ് ഇന്ന് നാം കാണുന്ന ഈ ഒരു മാപ്പിൽ നോക്കിയാൽ നമ്മുടെ വേൾഡ് മാപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ദി ഐ ഓഫ് സഹാറയിൽ തന്നെയാണ് വന്നു നിൽക്കുന്നത്. അതായത് റിച്ചാർഡ് സ്ട്രക്ചർ സഹാറയിൽ ആണ് എന്ന് പറയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് റോമൻ ഫിലോസഫറായിരുന്ന പൊമ്പോനിസ് മേല ഒരു വേൾഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുകയുണ്ടായി. അതിലും അറ്റ്ലാന്റിസിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു മാപ്പിൻ്റെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ നാം നോക്കുകയാണെങ്കിൽ സഹാറയിൽ തന്നെ അറ്റ്ലാന്റിക്ക അല്ലെങ്കിൽ അറ്റ്ലാന്റിസ് എന്ന ഈ നഗരത്തിൻ്റെ റെഫറൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് അവിടെ അറ്റ്ലാന്റിയൻസ് താമസിച്ചിരുന്നു. ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതായത് ദി ഐ ഓഫ് സഹാറ അല്ലെങ്കിൽ റിച്ചാർഡ് സ്ട്രക്ചർ എന്നത് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നേ വരെ സയൻറ്റിസ്റ്റുകൾക്ക് 12,000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതാരാണ് നിർമ്മിച്ചത്? ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ് എങ്കിൽ എന്തുകൊണ്ട് ഇത് സഹാറയിൽ മാത്രം കണ്ടുവരുന്നു? ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. അറ്റ്ലാന്റിയൻസ് ആരാണ്? ഇനി നമ്മുടെ യാത്ര അറ്റ്ലാന്റിസ് എന്ന നഗരത്തിലേക്കാണ്. അറ്റ്ലാന്റിസ് എന്ന നഗരത്തെപ്പറ്റി പ്ലേറ്റോയും തൻ്റെ കഥകളിൽ എഴുതിയിട്ടുണ്ട്. അറ്റ്ലാന്റിസ് എന്ന ഈയൊരു നഗരം സ്വർണത്തിൻ്റെ നഗരമായിരുന്നു. ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഒരു ഐലൻഡിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റോൺ ഏജിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു സിവിലൈസേഷൻ 11,000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. കൂടാതെ പെട്ടെന്നുണ്ടായ ഒരു സുനാമിയിൽ ഈ ഒരു അറ്റ്ലാന്റിസ് എന്ന നഗരം ഒരു കഥയായി മാറി. ഈ ഒരു കാര്യമാണ് അറ്റ്ലാന്റിസിനെ പറ്റി ഇന്നേ വരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. സഹാറയിൽ അറ്റ്ലാന്റിസ് എന്ന ഈ ഒരു നഗരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാന തെളിവായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് പണ്ട് സഹാറ എന്നതും ഒരു ഹാബിറ്റബിൾ സോണായിരുന്നു എന്നുള്ളതാണ്. സഹാറയിലും ഒരു കാലത്ത് ട്രാൻസ് എന്ന സമുദ്രമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈയൊരു സമുദ്രമായിരുന്നിരിക്കാം ഇവരുടെ നാശത്തിന് കാരണമായത്. എന്നാൽ ഇവിടെ ഈയൊരു സിവിലൈസേഷൻ ഉണ്ടാകുന്നതിന് മുൻപായിരുന്നു ഈയൊരു സമുദ്രം ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ അറ്റ്ലാന്റിസ് എന്ന നഗരത്തിലെ ആളുകളെ ആരാണ് ഇല്ലാതാക്കിയത്? ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ടോപ്പ് മിസ്റ്ററികളിലൊന്നാണ് അറ്റ്ലാന്റിസ് എന്ന നഗരത്തിൻ്റെ മിസ്റ്ററിയും. ഇതൊരു കഥ മാത്രമാണോ? അതോ ഇങ്ങനെയൊരു നഗരം നിലവിലുണ്ടായിരുന്നു? ഇവിടെ ജീവിച്ചിരുന്നവർ മനുഷ്യരായിരുന്നോ അതോ മറ്റാരെങ്കിലുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.